ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് രാത്രി 9 മണിവരെ 86,321 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിലൂടെ 4,481 പേരും ദർശനം നടത്തി. ഭക്തർക്ക് കേരളീയ സദ്യ അടുത്ത ചൊവ്വാഴ്ച മുതൽ നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, തിരക്ക് തുടരുകയാണ്, പക്ഷേ സുഖദർശനം തന്നെ എല്ലാവർക്കും ലഭിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണ്. പോലീസിനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല, ഭക്തർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. പുതിയ മെനു ചൊവ്വാഴ്ച മുതൽ നിലവിൽ വരും അല്ലേ? ശബരിമലയിൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തന്നെ നാം കാണുന്ന പോലത്തെ ഉള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെയുള്ള കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭക്തർക്ക് സുഖദർശനം ലഭിക്കുന്നുണ്ട്. പോലീസും ദേവസ്വം ബോർഡും ഒക്കെ ഏകോപനമായി, അതായത് ഒരേ മനസ്സോടുകൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഭക്തർക്ക് സുഖദർശനം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം എന്നതും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പും, അതായത് കേരളീയ സദ്യ വിളമ്പും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തർ കൂടുതലായിട്ട് എത്തുമ്പോൾ അവരുടെ രുചിക്കനുസരിച്ചുള്ള ഒരു ഭക്ഷണക്രമമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത്. അത് പുലാവ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളാണ് നൽകുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനമെടുത്തത് കേരളീയ സദ്യ വിളമ്പുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഡേറ്റ് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് എത്തുകയും ഇത് സംബന്ധിച്ചുള്ള ചർച്ച വിശദമായി നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പും എന്ന് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങളെങ്കിലും ഈ കേരളീയ സദ്യയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയായിരിക്കും സദ്യ വിളമ്പുക. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇലയിൽ വിളമ്പാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പരിസ്ഥിതിക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. ഇത്രയും ഭക്തർ ഇലയിൽ കഴിക്കുമ്പോൾ ആ ഇല എങ്ങനെ സംസ്കരിക്കുമെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പ്ലേറ്റിൽ തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു പുതുമ കൂടി അടുത്ത ആഴ്ച മുതൽ സന്നിധാനത്ത് നടപ്പാക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം. ശ്രീകോവിലിന് സമീപമുള്ള ദൃശ്യമാണ്. ഭക്തർ ക്യൂ നിന്ന് തന്നെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ദർശനം നടത്തുന്നത് നമ്മൾ ഭക്തരുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. എല്ലാവർക്കും സുഖദർശനത്തിന്റെ അനുഭവമാണ് സന്നിധാനത്ത് നിന്നും പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്തത്.